ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ബാത്റൂമും അതുപോലെ തന്നെ സിങ്ക്, വാഷ് ബേസ്, അതിനുള്ളിലുള്ള പൈപ്പുകൾ, ക്ലോസറ്റ് ഇവയെല്ലാം പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്നൊരു സൊല്യൂഷനെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുപ്പായാലും കല്ലുപ്പായാലും ഏതാണെങ്കിലും കുഴപ്പമില്ല. കല്ലുപ്പാണെങ്കിൽ കുറച്ച് അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുക്കുക. നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തിയാൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം സോഡപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ. അതും ഇതിലേക്ക് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഉപ്പും സോഡപ്പൊടിയും ഒക്കെ വിനാഗിരിയും ഒക്കെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അതിനായിട്ടുള്ള ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിന് ഒന്നുകിൽ ഇതിൻ്റെ ഈ ഒരു അടപ്പ് വെച്ചിട്ട് തന്നെ ഇതിമേലൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇത് തന്നെ വെച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലൊരു അടപ്പാണ് ഇതിന് വെച്ചെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഒഴിച്ചിട്ട് ബാത്റൂമൊക്കെ ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യം തന്നെ ഇതുപോലൊരു ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബാത്റൂമിലുള്ള പൈപ്പിൻ്റെ ആ ഒരു ഇതിമേലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ചെടുത്താൽ മതി. നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയത് ഈ ഒരു പൈപ്പുമ്മൽ നന്നായിട്ട് തന്നെ കുറച്ച് നേരം പിടിച്ചു കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ലിക്വിഡ് നമുക്ക് ഇതിന് മേലേക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള പൈപ്പുമ്മൽ നമ്മൾ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉരച്ച് കഴുകാം. അതുപോലെ തന്നെ ബാത്റൂമിലുള്ള ഈ ഒരു ടൈൽസിൻ്റെ ഇടയിലുള്ള ഈ ഒരു മഞ്ഞക്കറയൊക്കെ പോകാനായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്പ്രേ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റിന് ശേഷം നന്നായിട്ട് തന്നെ ഉരച്ച് കഴുകിയെടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും ഒരു റഫായിട്ടുള്ള സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഉരച്ച് കഴുകുക. അപ്പോൾ ഞാൻ ആ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ടിഷ്യൂ എടുത്തപ്പോൾ തന്നെ നല്ല തിളക്കം വന്നിട്ടുണ്ട്. ഈ ഒരു പൈപ്പിനൊക്കെ നമ്മൾ ഉരച്ച് കഴുകിയിട്ടൊന്നുമില്ല. ഇനി നമുക്കിതിന് ഈ ഒരു കൈ എത്താത്ത ഒരു ഭാഗത്തേക്കൊക്കെ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇളകി വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു പൈപ്പൊക്കെ നന്നായിട്ട് തന്നെ തിളക്കത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ അധികമായിട്ട് ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈയെത്താത്ത ഈ ഒരു സ്ഥലത്തൊക്കെ ഒരു ബ്രഷ് ഇട്ടിട്ട് നമുക്ക് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ബാത്റൂമിൻ്റെ ചുമരും ഒക്കെ നല്ല ക്ലീനായിട്ട് നല്ല തിളക്കത്തിൽ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നൊരു ലിക്വിഡാണ്. അതേപോലെ തന്നെ ഈ ബാത്റൂമിലുള്ള താഴെയുള്ള ടൈൽസും ബാത്റൂമിൻ്റെ ചുമരും ഒക്കെ നന്നായിട്ട് തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വാഷ് ബേസിന് ഇതുപോലെ ടിഷ്യൂ മാറ്റി കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ടിഷ്യൂ വെച്ചെടുത്തിട്ടില്ല. അപ്പോൾ അത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് വെച്ചെടുത്തിട്ടുള്ളൂ, ഉരച്ച് കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ അടുക്കളയിലെ സിങ്കും അതുപോലെ ക്ലോസറ്റും ബാത്റൂമും എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീനായി കിട്ടും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അധികം ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഒന്ന് തയ്യാറാക്കുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്